ഇനി അടിയന്തരാവസ്ഥ കാലത്ത് രാജനെ കാണാതായതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. 50 കൊല്ലം മുമ്പാണ്. അതൊരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു, ഭരണകൂട സാഹചര്യമായിരുന്നു. അന്ന് നടന്നിട്ടുള്ള അട്രോസിറ്റീസിനെ ഒന്നിനെയും കോൺഗ്രസ് എൻഡോഴ്സ് ചെയ്യുന്നില്ല. തെറ്റായ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഞാനൊന്ന് കാര്യം ചോദിക്കട്ടെ, 50 വർഷത്തിന് ശേഷം മാമി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഈ കോഴിക്കോട് കാണാതായിട്ടുണ്ടല്ലോ പിണറായി വിജയന്റെ കാലത്ത്. അതിനെ കുറിച്ചിട്ട് ഈ PV അൻവർ എന്ന് പറഞ്ഞ MLA, അദ്ദേഹം 9 കൊല്ലക്കാലം പിണറായി വിജയനെ പിന്തുണച്ച MLA ആണ്. ഈ മാമിയുടെ തിരോധാനത്തിൽ കേരളത്തിലെ പോലീസിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ചിട്ടുണ്ടോ? ഈ മാമി എവിടെ പോയി എന്ന് പറയണ്ടേ? 50 കൊല്ലം മുമ്പ് കാണാതായ ആളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ നിന്ന് കാണാതായ മനുഷ്യനെ കുറിച്ചിട്ടും പറയാൻ പറ്റണം. അപ്പൊ ഇത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബലാബലത്തിനപ്പുറം നമ്മൾ കോൺഗ്രസും അരുൺ CPM ആണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ, കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് പിണറായി വിജയന്റെ മറുപടി എന്താ? ഞാൻ ചോദിക്കട്ടെ, സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ആസൂത്രിതമായി ഇടിച്ച് കൊല്ലാൻ നോക്കിയതിന് നിങ്ങളുടെ മറുപടി എന്താ? CPMന്റെ ലോക്കൽ സെക്രട്ടറിയുടെ കരണം അടിച്ചു പൊളിച്ചതിന് മറുപടി എന്താ? ആ ജോയൽ എന്ന് പറഞ്ഞ ആ മറ്റേ നിങ്ങളുടെ വില്ലേജ് സെക്രട്ടറിയെ തല്ലിക്കൊന്നല്ലോ, അതിനെ കുറിച്ചിട്ട് അയാളുടെ അച്ഛൻ ജോയി കുട്ടി പറയുന്നുണ്ട് അത് CPMന്റെ ഒത്താശയോടുകൂടി പോലീസ് കൊന്നതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അടക്കം നിരവധി പരാതികൾ കൊടുത്തിട്ട് ഒരു അന്വേഷണം പോലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അതിനെ കുറിച്ചിട്ടുള്ള മറുപടി എന്താ? നമുക്ക് 50 കൊല്ലത്തെയും 60 കൊല്ലത്തെയും മുമ്പത്തെ ആ മോദിയുടെ തിയറിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇന്ന് നമ്മുടെ മുമ്പിൽ നടക്കുന്ന വിഷയം ഒരു വാദത്തിന് ജിൻഡോ ഈ പറയുന്നതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന 95ലേക്ക് നിങ്ങൾ ഈ പറയുന്നതെല്ലാം എന്താണ്? ഈ ഗവൺമെന്റ് രണ്ടാമത് അധികാരത്തിൽ വന്ന ശേഷമുള്ള സംഭവങ്ങളാണ് അതിൽ ബഹുഭൂരിപക്ഷം, അല്ലേ? പിന്നെ ഈ പറയുന്ന തണ്ണിത്തോടിന്റെ കാര്യത്തിനകത്താണെങ്കിൽ 2012, ശരി. അതല്ലാതെ പിന്നെയുള്ളതെല്ലാം ഏറിയ കൂറും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ സംഭവിച്ചിട്ടുള്ളതാണ്. എന്നാൽ 95ലേക്ക് ഈ കഥ മാറ്റി വെച്ചിരിക്കുകയാണ് പിണറായി അല്ല, AK ആന്റണി. അപ്പോൾ നിങ്ങൾ ഇതിൽ ഊന്നി നിൽക്കൂ എന്ന് ശ്രീ ജിൻഡോ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ AK ആന്റണി ഊന്നുന്നത് 95ലാണ് എന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ N. ശ്രീകുമാർ, ജിൻഡോ കൃത്യമായി ആന്റണിയുടെ ഇന്ന് വാർത്താ സമ്മേളനത്തിന് നിർബന്ധിതമായ സാഹചര്യത്തെപ്പറ്റി യുക്തിഭദ്രമായി വിശദീകരിച്ചിട്ടില്ല. എന്തുകൊണ്ട് 21 വർഷത്തെ കാത്തിരിപ്പ് ഇനി വേണ്ട എന്ന് ആന്റണി ഇന്ന് തീരുമാനിച്ചു? ശ്രീ N. ശ്രീകുമാർ. നോക്കൂ ശ്രീ വേണു, നിങ്ങളിന്ന് ശ്രീ AK ആന്റണിയുടെ പത്രസമ്മേളനം ഒരു ചർച്ചാ വിഷയമാക്കിയത് വളരെ നന്നായി. കാരണം എന്താണെന്ന് വെച്ചാൽ സംസ്ഥാന മുഖ്യമന്ത്രിയെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ ശ്രീ AK ആന്റണിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൻ്റെ പ്രത്യേകത. ഈ പത്രസമ്മേളനം എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ അതുകൂടെ കേൾക്കുക. ഇന്ന് രാവിലെ മുതൽ ചാനൽ പ്രവർത്തകർ ഓരോരുത്തരും ഓരോ ചാനലുകാർ ഇന്നലെ അസംബ്ലിയിൽ നടന്ന ഈ മുത്തങ്ങ സംഭവം, ശിവഗിരി സംഭവത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആരാഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ വന്ന് പറയുന്നതിനും ഭേദം വൈകുന്നേരം വാർത്താ സമ്മേളനം നടത്താം എന്നൊരു തീരുമാനമെടുത്തു. അത് എനിക്ക് തോന്നുന്നത് ചെറിയ ഫിലിപ്പിനെയാണ് അറിയിച്ചതെന്ന്. ചെറിയ ഫിലിപ്പ് അത് മറ്റുള്ള എല്ലാ ലേഖകരെയും വിളിച്ച് വൈകുന്നേരം അത് വാർത്താ സമ്മേളനമാക്കി. അതാണ് അതിൻ്റെ പശ്ചാത്തലം. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞില്ലല്ലോ എന്നാണ് പറഞ്ഞത്. പറഞ്ഞ ആളുടെ പേര് സേവ്യർ ചിറ്റിലപ്പള്ളി എന്നാണ്. അദ്ദേഹമാണ് പറഞ്ഞത് ഈ ശിവഗിരിയിലത്തെ ആന്റണിയുടെ മറ്റേ ഇതിനെക്കുറിച്ച് ന്യായീകരിച്ചു നോക്കെ. അപ്പോൾ മുഖ്യമന്ത്രി പറയണ്ട, ഇന്നലത്തെ അടിയന്തര പ്രമേയ ചർച്ചയിൽ ഞാൻ ഇന്നലെ പറഞ്ഞ വേണു നോക്കുന്നുണ്ടാവും. ഇന്നലത്തെ അടിയന്തര പ്രമേയ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ പ്രമേയത്തിൻ്റെ നമ്മളിൽ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളും വാസ്തവവിരുദ്ധമായ കാര്യങ്ങളും പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിലൊരു വാസ്തവവിരുദ്ധമായ കാര്യം എന്ന് പറഞ്ഞ ഒരു CPM നേതാവ് സജീവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞതാണ്, തെറ്റാണെന്ന് തെളിഞ്ഞല്ലോ. രണ്ടാമത്തെ കാര്യം സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് ആ വിഷയം അസംബ്ലിയിൽ ഉന്നയിച്ചത്. അതിന് ഇന്ന് AK ആന്റണി മറുപടി കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ഈ രണ്ട് സംഭവങ്ങളും 10-20 വർഷമായിട്ട്, എന്ന് വെച്ചാൽ രണ്ട് തവണ പിണറായി വിജയനും ഒരു തവണ VS അച്യുതാനന്ദനും ഭരിച്ചത്, നായനാരുടെ കാലം ഞാൻ വിടുകയാണ്, ഭരിച്ച കാലത്തെ നായനാർ ഉൾപ്പെടെയാണ് 20 വർഷം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഇത് ചർച്ചാ വിഷയമാവുകയും കേരളത്തിലെ കസ്റ്റഡി മരണത്തെ ന്യായീകരിക്കാൻ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശിവഗിരിയെ നടപ്പാക്കിയ ഒരു ആക്ഷനെ അവർ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവന്നപ്പോൾ അതിനും മറുപടി പറയാൻ ഏറ്റവും യോഗ്യനായ ആള് മുൻ മുഖ്യമന്ത്രി AK ആന്റണിയാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ പറയുന്ന ആന്റണി തന്നെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ എന്തായാലും പ്രതിപക്ഷത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ഏറ്റുപറച്ചിലല്ല നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു 2004 ഞാൻ രാജിവെക്കുന്നു, പിന്നീട് ഞാൻ ഡൽഹിയിലേക്ക് പോകുന്നു, പിന്നെ ഈ ഭാഗം പറയാൻ ഇവിടെ ആരുമില്ല എന്ന് പറയുന്നത് ആരുടെ പരാധീനതയാണ്? ശ്രീ N. ശ്രീകുമാർ അതാദ്യം പറയുന്നതിന് ശേഷം ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അല്ല, ഞാൻ പറഞ്ഞു വരുമ്പോഴേക്കും വേണു ഇടപെട്ടുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ 15 വർഷം CPM മുഖ്യമന്ത്രിമാരാണ് ഇവിടെ ഭരിച്ചത്.
അപ്പോൾ അന്നൊക്കെ ഇവർ പറഞ്ഞത് ഈ മുത്തങ്ങ ശിവഗിരി സംഭവങ്ങളാണ്. അന്ന് ആൻ്റണി ഡൽഹിയിലായിരുന്നു, കേരള രാഷ്ട്രീയത്തിലില്ല. അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ്. അന്ന് അദ്ദേഹം ഡൽഹിയിലായിരുന്നു, 21 വർഷത്തിന് മുമ്പ് അദ്ദേഹം ഡൽഹി പോയി. ആ ഡൽഹിയിൽ ഇരിക്കുന്ന ആൻ്റണിക്ക് അതിന് ഉത്തരം പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ തെറ്റിദ്ധാരണാജനകമായ വാർത്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. മറ്റു കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് ഇന്നലെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ടെന്ന് എ കെ ആൻ്റണി പറഞ്ഞത് എവിടെ വെച്ചാണെന്ന് അറിയാമോ? KPCC ആസ്ഥാനത്ത്.